രാഷ്ട്രവേദികളിൽ നിന്നല്ലാതെ തന്നെ ജീവിതം കൊണ്ട് നമ്മൾ ഉൾക്കൊണ്ടവരാണ്. ഏറ്റവും അവസാനത്തെ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട്, സമയത്തിന്റെ പരിമിതി എനിക്ക് നല്ല ബോധ്യമുണ്ട്, പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ. നമുക്ക് ഒരു കലം ചോറ് വെന്തോ നോക്കാൻ കലത്തോടെ പിടിച്ചിട്ട് പീച്ചു നോക്കൊന്നും വേണ്ട. 1-2 അനുഭവങ്ങൾ നമുക്ക് എന്തുകൊണ്ട് പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങേണ്ടി വരുന്നു എന്നതിന് 1-2 അനുഭവങ്ങൾ. ഇപ്പൊ പരീക്ഷക്കാലമാണ്. SSLC പരീക്ഷകൾ മാർച്ച് 11 സ്റ്റേറ്റ് സിലബസിന്റെ തുടങ്ങുകയാണ്. CBSE പരീക്ഷകൾ അതിനു മുമ്പ് തുടങ്ങും. എല്ലാറ്റിന്റെയും മോഡൽ പരീക്ഷകൾ 1ഉം 2ഉം ഘട്ടമൊക്കെ അവസാനിച്ച് നിൽക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്ക് അറിയാവുന്ന ഒരു സത്യമുണ്ട്, ചിലപ്പോൾ അച്ഛന്മാരും അത് ഉൾക്കൊണ്ടിട്ടുണ്ടാവും. നമ്മളീ പലരുടെയും വീടുകളിൽ ഇപ്പൊ മര്യാദയ്ക്ക് വെപ്പും തീനൊന്നുമില്ല. എന്താന്ന് പറഞ്ഞാൽ പിള്ളേരെ പഠിപ്പിക്കലാണ്. ഈ പാവട്ടത്തൊക്കെയുള്ള തെര കുത്തി നടക്കണ മാതിരി നാഴി കൊള്ളണ പാത്രത്തിൽ 4 നാഴി കൊള്ളിക്കാനുള്ള ശ്രമമാണ് നമ്മുടെയൊക്കെ വീടുകളില്. ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്നെഴുന്നേറ്റ് പഠിക്ക്. പല വീട്ടിലും ചെന്നാൽ ഇന്ത്യ പാക് അതിർത്തി ചെന്ന മാതിരി ആകെ കോലാഹലം, പുസ്തകം ഇങ്ങട്ടേറ് ബഹളം. എന്തുകൊണ്ടാ? മക്കള് പഠിച്ച് നന്നാവില്ലായിരിക്കുമോ എന്നുള്ള നമ്മുടെ വെപ്രാളമാണ് കാണിക്കുന്നത്. അപ്പൊ ഒരമ്മ CBSE മോഡൽ പരീക്ഷകൾ നടക്കുന്ന സമയത്ത് മകളെ 4 മണിക്ക് വിളിച്ചെണീപ്പിച്ചു. ഇപ്പൊ നമ്മുടെ മക്കൾക്കൊക്കെ 4 മണി എന്ന് പറഞ്ഞാൽ നല്ല ഉറക്കത്തിന്റെ നേരം. 4 മണിക്ക് വിളിച്ചെണീപ്പിച്ച കുട്ടി ഇരുന്ന് തൂക്കുക. ദോഷം പറയുന്നത് അമ്മ പോയി കിടന്നൊന്നുമില്ല, അമ്മ എടുത്തിരിക്കുന്നുണ്ട്, അമ്മയും തൂക്കുകയാണ്. 2 പേരും മത്സരിക്കുകയാണ് ആരാ കൂടുതൽ തൂക്കണം എന്നുള്ളത്. 2 പേരും തൂക്കണതിന്റെ ഇടയിൽ എന്തോ സ്വപ്നം കണ്ടെന്ന പോലെ മോള് ഞെട്ടി ഉണർന്നിട്ട് അമ്മയെ തോണ്ടി. അമ്മയും ഞെട്ടി ഉണർന്നു. അമ്മയുടെ ഉറക്കം പോയി. അമ്മ എങ്ങനെയാ മുസ്ലിം ആവുക എന്ന് വെച്ചു. അമ്മയുടെ ജീവൻ ഒരൊറ്റ പോക്കാമേപ്പെട്ട് 30 കോടി ദേവഗണങ്ങളിൽ ഒരുമിച്ച് വിളിച്ചുപോയി. ദൈവമേ, എന്റെ കുട്ടി ആരുടെ കെണിയിലാ പെട്ടതാണാവോ? ആരാ കയ്യും കണ്ണും കാട്ടി എന്റെ കുട്ടിയെ വളച്ചതാണാവോ? കുഞ്ഞമ്മൂന്റെ മകളെ രക്ഷിക്കാൻ DYFIക്കാരെങ്കിലും ഉണ്ടായി കെണിയിൽപ്പെട്ടപ്പോ എന്റെ മകളെ രക്ഷിക്കാൻ ദൈവമേ ആരാ ഉണ്ടാവുക എന്ന് വെച്ച് തലയ്ക്ക് മേലെ കയ്യും വെച്ചിട്ട് ആ അമ്മ ഒരൊറ്റ പ്രാർത്ഥന, ആരെങ്കിലും കാത്തോളണേ എന്റെ കുട്ടിയായിരുന്നു. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ ചോദിക്കണം? അമ്മ പറയേ, എങ്ങനെയാ മുസ്ലിം ആവുക? പൊന്നാനി പോയ കാര്യം നടക്കുന്നു പറഞ്ഞില്ല. പൊന്നാനിക്ക് ഇവിടുന്ന് എത്രകൊണ്ട് വഴിയുണ്ട്. അമ്മയുടെ ജീവൻ പോയി, കൈവിട്ടു പോയി മകള്. മോളെ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ, കണ്ണും പിടിയും കാട്ടാൻ പലരും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ അമ്മ ഉപദേശിക്കാൻ തുടങ്ങിയപ്പോ മകൾ പറഞ്ഞു, അമ്മ എന്തായി എഴുതാപ്പുറം വായിക്കണേ, വേണ്ടാതീനം പറയണ, ആര് കണ്ണും പിടിയും കാട്ടണ കൂട്ടാ പറയണ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും, എങ്ങനെയാ മുസ്ലിം ആവുക? നിനക്കെന്തിനാ മുസ്ലിം ആവണ? കല്യാണം കഴിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാ കല്യാണം? ആരൊക്കെ കല്യാണത്തെ പറ്റി ചിന്തിച്ചത്? പിന്നെ എന്തിനാ നിനക്ക് മുസ്ലിം ആവണത്? എനിക്ക് മദർസയിൽ പോവാനാണ്. മദർസയിൽ പോയിട്ട് നടക്കെന്താ നേട്ടം? അപ്പൊ അമ്മ ഈ പത്രം ഒന്നും വായിക്കാറില്ലേ? മദർസയിൽ പോയ എനിക്ക് ഈ പണ്ടാരക്കെട്ടൊന്നും പിന്നെ പഠിക്കണ്ട. CBSE പുസ്തകങ്ങൾ ഇങ്ങനെ കുട്ടിയേക്കാ ഉയരത്തിൽ കെട്ടിവെച്ചിരിക്കുക. ത്രിഭാഷ ഫോർമുല അനുസരിച്ചുള്ള 3 ഭാഷകള്, സൂര്യന്റെ കീഴിലും മുകളിലുമുള്ള സർവ്വ വിജ്ഞാനവും അരച്ച് കലക്കി ഗുളികപ്പരുവത്തിലാക്കിയിട്ടുള്ള ടെക്സ്റ്റുകൾ കുട്ടിയേക്കാൾ ഉയരത്തിലിരിക്കുക. ഇതെന്താ നീ മദർസയെ പഠിച്ചാൽ ഇത് പഠിക്കുന്നത്? അമ്മ പത്രം വായിച്ചു നോക്ക്. തലേ ദിവസത്തെ പത്രം, മാതൃഭൂമി പത്രത്തില് ഫ്രണ്ട് പേജിലുണ്ട്, മദർസ ബിരുദങ്ങൾക്ക് CBSEക്ക് തുല്യമായ അംഗീകാരം കൊടുത്തിരിക്കുന്നു. LKG മുതല് മുല കുടിക്കണ പ്രായത്തുനിന്ന് കുട്ടിയെ അമ്മിഞ്ഞേമെന്ന് വിടിയിപ്പിച്ചിട്ട് നേരെ സ്കൂളിലേക്ക് അങ്ങോട്ട് തള്ളിയിട്ട് 10-14 കൊല്ലം കുട്ടി ചെരച്ച് ഒരു ഡിഗ്രിയുമായിട്ട് പുറത്തേക്ക് കടന്നാൽ അവൻ കാണണു തൊട്ടപ്പുറത്ത് നേരം വെളിച്ചാകുമ്പോ 1 മണിക്കൂർ പോയ ഓതിയെ ആര്യമാരാവണോ മൊയിലിയന്മാരാവണോ എന്ന് തർക്കിച്ച് നടക്കണവരുടെ കക്ഷത്തും ഇതേ ഡിഗ്രി, CBSEക്ക് തുല്യമായ അതേ ഡിഗ്രി 14 കൊല്ലം ബുദ്ധിമുട്ടിയാണ്. അപ്പൊ കുട്ടി കണ്ട എളുപ്പമാർഗമാണ് ഇതോ. പഠിക്കണ്ടാലോ തനിക്ക് മദ്രസയിൽ പോയാല്? ഈ വിധി പടച്ചോൻ നമുക്ക് മേലെ അടിച്ചേൽപ്പിച്ചതല്ല. ആയിരുന്നുവെങ്കിൽ നമുക്ക് അംഗീകരിക്കാമായിരുന്നു. ദൈവത്തിന്റെ വിധിയെ നമുക്ക് ചോദ്യം ചെയ്യാൻ സാധ്യമല്ല. അത് കർത്താവായാലും പടച്ചവനായാലും അയ്യപ്പനായാലും ദൈവത്തിന്റെ വിധി നമുക്ക് ഒന്നുപോലെയാണ്. ഈ വിധി ഇവിടുത്തെ 83% മേലെ ദൈവം അടിച്ചേൽപ്പിച്ചതല്ല, മറിച്ച് ഞാനും നിങ്ങളും തെരഞ്ഞെടുത്തയച്ച നമ്മുടെ രാഷ്ട്രീയക്കാർ ഉൾപ്പെടുന്ന നമ്മുടെ ഗവൺമെന്റ് നമ്മളിൽ അടിച്ചേൽപ്പിച്ചതാണെങ്കിൽ ചിന്തിച്ചേ പറ്റൂ. മനുഷ്യന് ഭ്രാന്ത് പിടിച്ച ചങ്ങലയ്ക്കിത്, മതേതരത്വത്തിന് ഭ്രാന്ത് പിടിച്ചാലോ? അതാണ് നമുക്ക് ഒരുമിച്ച് കൂടി ചിന്തിക്കാനുള്ളത്. ഭ്രാന്ത് പിടിച്ച് സർവവും തച്ച് തകർത്ത് മുന്നോട്ട് പോകുന്ന ഈ മതേതരത്വത്തിന് ഒരു കൂച്ചുവലങ്ങിടാൻ, ഒരു മയക്കുവെടിയെങ്കിലും വെക്കാൻ സാധിക്കുമോ നമുക്ക് ഈ സമൂഹത്തിന്? ഇവിടെയാണ് ഈ രാഷ്ട്രത്തിന്റെ, നമ്മുടെ മാത്രമല്ല ഈ രാഷ്ട്രത്തിന്റെ ഭാവി ഇരിക്കുന്നത്. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി ഇന്ത്യ ഭാഗപത്രത്തിൽ ഒപ്പുവെച്ചപ്പോൾ ഇവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രം പിറന്നു വീണതായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതാ ഇസ്ലാമിക രാഷ്ട്രം? ഭാരതമാണോ? പാകിസ്ഥാനാണെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം പാകിസ്ഥാനില് പള്ളി വേറെ, പള്ളിക്കൂടം വേറെ. അവിടെ മദ്രസയെ പഠിച്ച അക്കാഡമിക ബിരുദമാവില്ല.
സൗദി അറേബ്യയിൽ പള്ളി വേറെ, പള്ളിക്കൂടം വേറെ. അവിടെ മദ്രസയെ പഠിച്ച അക്കാദമിക ബിരുദമാവില്ല. ലോകത്ത് 57 മുസ്ലിം രാജ്യങ്ങളുണ്ട്. ഇതിലൊന്നും തന്നെ മദ്രസ ബിരുദം പോരാ അക്കാദമിക ബിരുദത്തിന്. പക്ഷെ മതേതരത്വം നെറ്റിപ്പട്ടത്തിൽ എഴുതി പിടിപ്പിച്ച് അതിന്റെ ഹുങ്കിൽ അഭിമാനിക്കുന്ന ഭാരതത്തിന് മദ്രസയെ പഠിച്ചാൽ മതി CBSE ബിരുദം എന്ന് പറഞ്ഞാൽ ചികിത്സ വൈകി പോയിരിക്കുന്നു എന്നല്ലേ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? ആ ചികിത്സ നമ്മൾ നടത്തിയില്ല എങ്കിൽ നമ്മൾ ഈ രാഷ്ട്രത്തിന്റെ നാശത്തിന് കാവൽക്കാരാവുകയാണ്, നശിക്കുന്നത് നോക്കി നിൽക്കാൻ തയ്യാറാവുകയാണ്. സാധിക്കുമോ? നേരത്തെ നമ്മളോട് തൊഗാഡിയാജി പറഞ്ഞതുപോലെ തന്നെ എല്ലാറ്റിനും ചികിത്സയുള്ള ഈ ധർമ്മം, എല്ലാറ്റിന്റെയും ശാസ്ത്രീയമായ ഉന്മൂലനത്തിന് സാധ്യതയുള്ള ഈ ധർമ്മം, എല്ലാ തിന്മകളെയും ശാരീരികവും കുടുംബപരവുമായ എല്ലാ അവസ്ഥയിൽ നിന്നും മോചനം നേടാൻ തക്ക ശാസ്ത്രീയമായ അടിത്തറയുള്ള ഈ ധർമ്മത്തില് ഈശ്വരാനുഗ്രഹം കൊണ്ട് ജനിക്കാൻ ഭാഗ്യം സിദ്ധിച്ച നമുക്ക് കഴിയുമോ ഈ രാഷ്ട്രം നശിച്ചോട്ടെ എന്ന് തീരുമാനിക്കാൻ? നമ്മുടെ ജന്മഭൂമിയും കർമ്മഭൂമിയും മോക്ഷഭൂമിയും പുണ്യഭൂമിയും എല്ലാമായ ഈ നമ്മുടെ പെറ്റമ്മയായ ഈ ഭാരതത്തെ അങ്ങനെ നശിക്കാൻ വിടാൻ നമുക്ക് പറ്റൂ? ഇവിടെയാണ് ഇതിനെതിരെ നമുക്ക് പൊരുതിയേ പറ്റൂ. ജാതിക്കും രാഷ്ട്രീയത്തിനുമൊക്കെ അപ്പുറമായിക്കൊണ്ട് ഈ ഭ്രാന്ത് അവസാനിപ്പിച്ചില്ല എങ്കിൽ നമ്മളും ഈ രാഷ്ട്രവും നശിക്കുമെന്നതിന് യാതൊരുവിധ സംശയവുമില്ല. CBSE ബിരുദങ്ങൾക്ക് തുല്യമായി മദ്രസ ബിരുദങ്ങളെ അംഗീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നപ്പോ മദ്രസ ബോർഡുള്ള മുഴുവൻ സംസ്ഥാനങ്ങൾക്കും ആ അംഗീകാരം കിട്ടി. ഉത്തർപ്രദേശിൽ മദ്രസ ബോർഡുണ്ട്. ഈ അംഗീകാരം വന്നതിന്റെ പിറ്റേ ദിവസം ഉത്തർപ്രദേശിലെ മദ്രസ ബോർഡ് അധ്യക്ഷൻ ഒരു ഗംഭീരമായ പ്രസ്താവന നടത്തി പത്രങ്ങളിൽ തെളിഞ്ഞു നിന്നു. അതെന്തായിരുന്നു എന്നറിയോ? മേലിൽ ഉത്തർപ്രദേശിലെ മദ്രസകളിൽ സഹവിദ്യാഭ്യാസം നിരോധിച്ചിരിക്കുന്നു. ഉത്തർപ്രദേശിലെ മദ്രസകളിൽ സഹവിദ്യാഭ്യാസത്തെ 5 വയസ്സുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും ഒരു ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ പാടില്ല എന്ന് സഹവിദ്യാഭ്യാസം നിരോധിച്ചിരിക്കുന്നു.